ഹലോ, ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു ചിക്കൻ മന്തിയുടെ റെസിപ്പിയാണ്. ഇവിടെ എല്ലാവരുടെ വീട്ടിലും റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന പച്ചരി ഉണ്ടാവില്ലേ, പച്ചരി കൊണ്ടാണ് ഞാൻ ഈ മന്തി ഉണ്ടാക്കുന്നത്. പച്ചരി കൊണ്ട് ഉണ്ടാക്കിയ ടേസ്റ്റ് ഉണ്ടാവുമോ എന്നൊക്കെ തോന്നും, പക്ഷെ സൂപ്പർ ടേസ്റ്റ് ആട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ആദ്യം തന്നെ ഒരു കുക്കറിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 1 കിലോ ചിക്കൻ ആട്ടോ എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് ഒരു 2 തക്കാളി അരച്ചതും കുറച്ച് പുതിന അരച്ചതും ഒരു നുള്ള റെഡ് ഫുഡ് കളറും ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും 1 സ്പൂൺ ഗരം മസാലയും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് അതിലേക്ക് മാഗി ക്യൂബ് ഒരെണ്ണം പൊട്ടിച്ചിട്ട് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യമായ ഓയിലും ഇതെല്ലാം ചേർത്ത് കൈകൊണ്ട് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഒരു 2 വിസിലോളം വരുന്നവരെ നമുക്കിത് വേവിച്ചെടുക്കാം. അപ്പോൾ മന്തി റൈസ് ഉണ്ടാക്കുന്നതിനായി ഒരു പാത്രം വയ്ക്കാം. അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് പട്ട, ഗ്രാമ്പു, ഏലക്ക, മല്ലി എന്നിവ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് സവാളയും കൂടി ചേർത്ത് നന്നായി റോസ്റ്റ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമായ വെള്ളം ചേർത്ത് കൊടുത്ത് 1 കപ്പ് അരിക്ക് 2 കപ്പ് വെള്ളം എന്ന അളവിൽ വെച്ച് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് ബേ ലീഫും കുറച്ച് ഉപ്പും കൂടിയും ചേർത്ത് മൂടി വെച്ച് തിളപ്പിക്കാം. വെള്ളമൊക്കെ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കഴുകി വെച്ച പച്ചരി ഇട്ട് കൊടുക്കാം. അപ്പോൾ റൈസും ചിക്കനും ഒക്കെ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി വേവിച്ച് വെച്ച ചിക്കൻ്റെ മുകളിലേക്ക് റൈസൊക്കെ ഇട്ട് കൊടുക്കാം. റൈസ് ഒരു 3/4 വേവായാൽ മതി കേട്ടോ. ഇനി കുക്കറിലേക്ക് വെച്ച് കൊടുത്ത് അതിൻ്റെ മീതെ ഒരു ഉണക്കനാരങ്ങ കൂടി വെച്ച് കൊടുക്കാം. ഇനി ഒരു ഗ്ലാസ്സിലേക്ക് മഞ്ഞൾപ്പൊടി എടുത്ത് കുറച്ച് വെള്ളവും ഒഴിച്ച് നന്നായി മിക്സ് ചെയ്ത് ഇതിൻ്റെ മുകളിലായി ഒഴിച്ചു കൊടുക്കാം. ഇനി സ്റ്റൗ ഓൺ ചെയ്ത് അതിലേക്ക് ഒരു ചിരട്ട കത്തിച്ചെടുക്കാം. നല്ല കനലായി വന്ന ചിരട്ട ഒരു പാത്രത്തിലേക്ക് വെച്ച് അതിലേക്ക് ഒരല്പം ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് കുക്കറിന് മുകളിൽ വെച്ച് ഈ കുക്കർ ഒന്ന് അടച്ചു വെച്ച് ഒരു 10 മിനിറ്റ് ദം ചെയ്തെടുക്കാം. 10 മിനിറ്റിന് ശേഷം തുറന്ന് നോക്കാം. മന്തി റെഡി ആയിട്ടുണ്ട്. ഈ മുകളിലത്തെ റൈസ് നന്നായി ഒന്ന് മിക്സാക്കി എല്ലായിടത്തും ഈ കളറൊന്ന് ആക്കി കൊടുക്കാം. ചിലരെങ്കിലും ഈ വീഡിയോ കാണുമ്പോൾ വിചാരിക്കും റേഷൻ അരി കൊണ്ട് മന്തിയോ എന്നൊക്കെ, പക്ഷേ നല്ല ടേസ്റ്റാണ് കേട്ടോ. റേഷൻ അരിയാണെന്നൊന്നും അറിയില്ല. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക് അറിയിക്കണം.